മക്കളെ ഹായ്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. നാളെ എക്സാം അല്ലേ, നമുക്ക് തകർക്കണ്ടേ, പൊളിക്കണ്ടേ? യെസ്. അപ്പൊ നമ്മളുടെ വിന്നേഴ്സ് AI, വിന്നേഴ്സ് അക്കാഡമിക് ഇൻസൈറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതിനെ എക്സാമിന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ റെക്കോർഡിംഗ് വീഡിയോ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക, അടിപൊളിയായിട്ട് എന്താ മുഴുവനും കാണണം. നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് സമയം കളയാൻ തുടങ്ങി കളയാം. നമ്മളുടെ ഇംഗ്ലീഷ് എക്സാം എസെൻഷ്യൽസ് ഫോർ സ്റ്റാൻഡേർഡ് 7 കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഇംഗ്ലീഷ് എക്സാം എസെൻഷ്യൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് നോക്കും. അതിൽ വരാൻ പോകുന്ന കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരും. മക്കൾ അത് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് നാളെ അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലോ, നമുക്ക് ഒന്ന് നോക്കിയാൽ എന്തൊക്കെ ചാപ്റ്റർ ആണ് നോക്കിയൊന്ന്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് എന്താണ്, 2 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് 2 യൂണിറ്റിൽ ഹാർമണി ഓഫ് മാർവൽസും അതുപോലെ ഇമാജിനേഷനും. ഈ 2 യൂണിറ്റിലും കൂടി നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 6 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 6 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? റോബോട്ട് വിത്ത് എ വൈറസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്, പിന്നെ 2ാമത്തെ യൂണിറ്റിലെ ഡോൾസ് ജേർണി, ഫോറിൻ ലാൻഡ്സ്, സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റോബോട്ട് വിത്ത് എ വൈറസ്. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു കുഞ്ഞിക്കഥ, അടിപൊളി കഥ, നമ്മൾക്കൊക്കെ നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മോറൽ ഉള്ള കഥ അല്ലെ. നോക്കാം നമുക്ക്. അപ്പോ റോബോട്ട് വിത്ത് വൈറസ് അല്ലെ. ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്താണ്? ഇത് റിക്കി എന്ന് പറയുന്ന കുട്ടിയുടെ സ്റ്റോറി അല്ലേ. നിങ്ങളെ പോലെയൊക്കെ തന്നെ ഒരു കുട്ടിയല്ലേ അവനും അല്ലെ. അപ്പോ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നില്ല അല്ലെ. അവൻ ഭയങ്കര അലസനായിരുന്നു, മടിയനായിരുന്നു, അൺടൈഡി ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള അവന്റെ സ്വഭാവം മാറ്റിയെടുത്തത് ഒരു റോബോട്ടാണ്. ആ കഥയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ആ റോബോട്ട് വന്നു, അവന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെടിപ്പായിട്ട് നടത്തി. അപ്പൊ അതൊരു മാക്സിമം എഫിഷ്യൻസി റോബോട്ടായിരുന്നു അല്ലെ. പരിപൂർണ കാര്യക്ഷമമായ ഒരു റോബോട്ടാണ് അവൻ. അവസാനം അവൻ ഈ റിക്കിയുടെ ഡ്രസ്സുകൾ, റിക്കി അലസമായി വലിച്ചെറിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കൂട്ടി വെച്ചു. അപ്പോഴാണ് റിക്കിക്ക് മനസ്സിലായത് ആക്ച്വലി റോബോട്ട് അവന്റെ ഡ്രസ്സുകൾ മോഷ്ടിച്ചതല്ല, ഫിൽ ചെയ്തതല്ല, അല്ലെങ്കിൽ എന്താണ് സ്റ്റീൽ ചെയ്തതല്ല കേട്ടോ. ആ വാക്കുകൾ ഓർത്തിട്ടോ. ഫിൽച്ചിങ് അങ്ങനെ ഒരു വാക്ക് അതിനകത്തുണ്ട്, നിക്കിങ് അങ്ങനെ 2 വാക്കുകളുണ്ട്. രണ്ടിന്റെ അർത്ഥം സ്റ്റീൽ അല്ലെങ്കിൽ കക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവൻ അതിനു വേണ്ടി എടുത്തതല്ല, അവൻ നല്ല കാര്യത്തിന് വേണ്ടി എടുത്താണെന്ന് റിക്കിക്ക് മനസ്സിലാവുകയും താൻ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സാധനവും ഇങ്ങനെ വലിച്ചെറിയൽ പരിപാടിയില്ലേ, അത് മോശമാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു. അവനൊരു മാക്സിമം എഫിഷ്യൻസി ബോയായി മാറാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മൾ ആ സ്റ്റോറിയിൽ പഠിച്ചത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരാനുള്ള ചോദ്യങ്ങൾ നോക്കാം. മക്കൾ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ വരാൻ പോകുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. എന്ത് സംഭവം റീഡിംഗ് കോംപ്രിഹെൻഷൻ? ഒന്നുമില്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും എന്നറിയോ? ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് തരും. അതായത് ഇതേപോലത്തെ ഒരു പാരഗ്രാഫ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതേപോലെ ഒരു പാരഗ്രാഫ് ഇതാ. ഇപ്പൊ ഈ 2 പാരഗ്രാഫ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളതല്ലേ, ആ 2 പാരഗ്രാഫ് ഇങ്ങോട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. തുടക്കത്തിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? അപ്പൊ എന്തൊക്കെയാണ് അവൻ ചെയ്ത ജോലികൾ എന്നുള്ളത് നമ്മുടെ ഈ പാരഗ്രാഫിൽ കിടപ്പുണ്ട് കേട്ടോ. അവൻ എന്തൊക്കെയാ ചെയ്തത്? ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ് കേട്ടോ. ഇതൊക്കെയാണ് അവൻ ചെയ്ത ജോലികൾ. അപ്പൊ നമുക്ക് ക്ലീൻ ആയിട്ട് അവിടെ ആൻസർ കിടപ്പുണ്ട്. അത് ഓരോന്നും എടുത്ത് അങ്ങനെ എഴുതാം. ഇനി വേറൊരു ചോദ്യം ഞാൻ ആഡ് ചെയ്തത് ഇതൊക്കെയാണ്. വാട്ട് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ദ റോബോട്ട് ഡിഡ് ഫോർ റിക്കി? എന്താണ് അവന് വേണ്ടി പ്രത്യേകമായിട്ട് റോബോട്ട് ചെയ്തത്? അവിടെ ഉത്തരം കിടപ്പുണ്ട്. എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. കണ്ടോ? അപ്പൊ അങ്ങനെ ഈ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ ഉത്തരങ്ങൾ എടുത്ത് ഒരു സെന്റൻസ് ആയിട്ട് എഴുതണം. അതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യം അതായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് പ്രതീക്ഷിച്ചോ. ഇങ്ങനെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു പാരഗ്രാഫ് തന്നിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഇതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. ഹൗ വാസ് റിക്കീസ് ബെഡ്റൂം വെൻ ഹി വെന്റ് ടു സ്ലീപ്പ് ഓൺ ദ ഫസ്റ്റ് ഡേ? കേട്ടോ, അതിനവിടെ ആൻസർ ഉണ്ട്. അപ്പോ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെന്റ് ടു സ്ലീപ്പ് ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്റ്റർ സ്റ്റേറ്റ്. കണ്ടോ, അവൻ ഭയങ്കര മോശമായ അവസ്ഥയിലായിരുന്നു. പിന്നെ വാട്ട് ഡിഡ് ദ റിക്കീസ് നോട്ടീസ് അബൌട്ട് ദ റൂം വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്? അടുത്ത ദിവസം ഇപ്പൊ എന്താ നോക്കിയതൊക്കെ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാവരും വളരെ ക്ലീൻ ആയിരുന്നു, ടൈഡി ആയിരുന്നു. കിട്ടൂലേ? ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 4 മാർക്കോ 3 മാർക്കോ വാങ്ങിച്ചെടുക്കാവുന്ന സംഭവമാണ് കേട്ടോ. അപ്പോ ഇതുപോലത്തെ ഒന്ന് എക്സ്പെക്ട് ചെയ്തോ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പിന്നെ മറ്റൊരു പാരഗ്രാഫിൽ ഈ അതേ പാരഗ്രാഫ് തന്നെ ഇതിനകത്ത് പ്രത്യേകം വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ. ഓരോ യൂണിറ്റിൽ അവസാനം നിങ്ങൾക്ക് കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു പേജിന്റെ പേരാണ് ഗ്ലോസറി.
ഗ്ലോസറി എന്ന് പറഞ്ഞ പേജിൽ എന്തുണ്ടാവും? ഈ ചാപ്റ്ററിലെയും ഈ ഒരു യൂണിറ്റില്, അതായത് ഈ ചാപ്റ്ററിലെയും അടുത്തതിലെയും എന്താണ് നമ്മുടെ ആൻഡ് ഇറ്റ് വണ്ടർ ആൻഡ് അമേസ്മെന്റൈസിംഗ് എന്ന് പറഞ്ഞ പോയത്തിലെയും എല്ലാത്തിന്റെയും കൂടി ചേർത്തിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഒരു ചോദ്യം വരും, ഇങ്ങനെയുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം വരും കേട്ടോ. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ എടുത്ത് എഴുതേണ്ട വരും ഈ പാരഗ്രാഫിൽ നിന്ന്. ഇപ്പോൾ ടൈഡി എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ കേട്ടോ. ടൈഡി എന്ന് പറഞ്ഞാണ് ക്ലീൻ, എല്ലാം വളരെ ക്ലീൻ ആയി കൃത്യമായി വെക്കുന്നതിനാ ടൈഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ ആ വാക്കുകൾ നിങ്ങൾ പഠിച്ചിരുന്നാൽ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് പിടുത്തം കിട്ടും കേട്ടോ. അപ്പൊ ആ ഗ്ലോസറി പഠിച്ചോളണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എന്താ വരുന്നത് നോക്കാം. ഗ്ലോസറി ഇതാണ്ടോ, നോക്കി കേട്ടോ. ഗ്ലോസറി ഇതാണ്, പേജ് നമ്പർ 24 കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, ആ ഗ്ലോസറി ഒക്കെ നന്നായിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇതുപോലെ ഒരു ക്രോസ് വേർഡ് കേട്ടോ. ഈ ക്രോസ് വേർഡ് എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? നേരത്തെ കാണിച്ച ഗ്ലോസറി തന്നെയാണ് ഇതിന്റെ ക്രോസ് വേർഡിൽ ചോദ്യങ്ങളായിട്ട് വരിക കേട്ടോ. ഇതുപോലുള്ള ക്ലീൻ വിത്ത് വാട്ടർ എന്നുള്ളതിന്റെ പേര് നിങ്ങൾ എവിടെ നിന്ന് എഴുതാ? 1 സൈഡിലോട്ട് എഴുതാ. അതുപോലെ തന്നെ ഫ്രീ ഫ്രം ഡേർട്ട്, അത് 3 സൈഡിലേക്ക് എഴുതാം. ക്ലീൻ എഴുതിയേക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും അർത്ഥം നിങ്ങൾ ഇങ്ങനെ പൂരിപ്പിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നു സാധ്യതയില്ല, എന്നാലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നതിൽ ചിലപ്പോൾ ഇതും വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇത് വരണം. ഇനി അടുത്ത് നോക്കൂ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ റിക്കി ഇരുന്നിട്ട് ആ റോബോട്ട് കമ്പനിയിലോട്ടൊരു കംപ്ലൈന്റ് അയക്കുന്നു അല്ലെ, ഒരു പരാതി വിടുകയാണ്, ഇമെയിൽ അയക്കണവൻ. അപ്പൊ ആ ഇമെയിൽ എങ്ങനെ ഇരിക്കും മക്കളെ? അപ്പൊ ഇമെയിൽ എന്തായാലും ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഇമെയിൽ നോക്കിക്കോ, ഇമെയിലിന്റെ ഫോമാറ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ റിക്കി ഫ്രം റിക്കി ആയിട്ടൊരു ഇമെയിൽ അഡ്രസ് വേണം അല്ലെ, നമ്മുടെ വീട്ടിലെ അഡ്രസ് എല്ലാം കൊടുക്കേണ്ട ഇമെയിൽ അഡ്രസ് ആണ്. പിന്നെ ടു എന്ന് പറയുന്നത് ആ ഏത് കമ്പനിയുടെ ഇമെയിൽ അഡ്രസ് വേണം, ആ intelligent-robotics@gmail.com, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഭാവനയിൽ നിന്ന് എഴുതുന്ന ഒരു ഇമെയിൽ അഡ്രസ് എഴുതിക്കോ. പിന്നെ സബ്ജക്ട് വേണം. എന്താണ് സബ്ജക്ട്? ഒറ്റ വരിയിൽ കാര്യം പറയണം. എന്താണ്? കംപ്ലൈന്റ് റിഗാർഡിംഗ് ബട്ട്ലർ റോബോട്ട് കണ്ടോ. ഇനി ഡിയർ മാം സാർ എന്ന് പറയുന്നിട്ട് ആ ഒരു അഭിസംബോധന അല്ലെങ്കിൽ സല്യൂട്ടേഷൻ കൊടുക്കുക. ശേഷം നിങ്ങളുടെ കംപ്ലൈന്റ് അങ്ങനെ എഴുതാം. എഴുതിയതിനു ശേഷം താങ്ക് യു റിക്കി എന്ന് പറഞ്ഞ് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇമെയിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇമെയിൽ പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് ഓക്കെ എന്താ ഉള്ളത്? കോൺവെർസേഷൻ. നമുക്ക് കോൺവെർസേഷൻ പഠിച്ചു കളയാം. ആരൊക്കെ തമ്മിലുള്ള? റിക്കിയും അവന്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. എങ്ങനെയായിരിക്കും അവർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക? അപ്പൊ നോക്കൂ, അവരെങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുക നോക്കി. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മക്കളെ, ഒരു കോൺവെർസേഷൻ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും കുറഞ്ഞത് ഒരു 5 എക്സ്ചേഞ്ചുകൾ എഴുതിയിരിക്കണം. എന്താണ് എക്സ്ചേഞ്ച്? ഒരാൾ അങ്ങോട്ട് സംസാരിക്കുന്നു, തിരിച്ചിങ്ങോട്ട് മറുപടി പറയുന്നു, അപ്പോ ഒരു എക്സ്ചേഞ്ച് ആയി. അങ്ങനെ 5 എക്സ്ചേഞ്ച്. അപ്പൊ എത്ര സെന്റൻസ് ആയി? 10 സെന്റൻസുകളായി കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയ 10 സെന്റൻസ് ഇല്ലേന്ന് കണ്ടോ. റിക്കി പറയുന്നു എന്താണ്? മാം ഹാവ് യു സീൻ മൈ റെഡ് ടീഷർട്ട്. അപ്പൊ അമ്മ പറയുന്നു നോ ഡിയർ ഡിഡ് യു ചെക്ക് യുവർ റൂം. അപ്പൊ ഒരു എക്സ്ചേഞ്ച് ആയില്ലേ. അങ്ങനെ നോക്കി എത്ര എക്സ്ചേഞ്ച് ഉണ്ടെന്ന്? 5 എക്സ്ചേഞ്ചുകൾ കുറഞ്ഞതുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു 5 എക്സ്ചേഞ്ച് കുറഞ്ഞത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കും, കൃത്യമായ മാർക്ക് കിട്ടും കേട്ടോ. കുറഞ്ഞത് 5 എക്സ്ചേഞ്ച് വേണം. ഒരു എക്സ്ചേഞ്ച് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നല്ലൊരു കോൺവെർസേഷൻ നിങ്ങൾ എഴുതാം. ഇനി മറ്റൊന്ന് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഈ ചാപ്റ്ററിലെ ഇവന്റ്സ് എല്ലാം ഇങ്ങനെ ഓർഡർലെസ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് പറയും കൃത്യമായ ഓർഡറിലാക്കാൻ പറയും. നോക്കൂ, അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ ഓർഡർ. അപ്പൊ ഇതിനകത്ത് എല്ലാം തെറ്റിക്കെടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഓർഡർ ആക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കഥ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂലേ. ഇതുണ്ട് പലതും പലതായി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നല്ല ഓർഡറിലാക്കാം. റിക്കീസ് പാരന്റ്സ് പർച്ചേസ്ഡ് ബട്ട്ലർ റോബോട്ട് മുതൽ ആ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ ഓർഡറിൽ എഴുതി അവസാനം റിക്കി ഡിസൈഡ്സ് ടു ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ് എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായ ഓർഡറിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾക്ക് ഈ ഒരു ഓർഡർ ആക്കുന്ന പരിപാടി, ഇവന്റ്സ് ഓർഡർ ആക്കുന്ന പരിപാടി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ മക്കളെ നോക്കിയ ഒരു ഡയറി ചിലപ്പോൾ സാധ്യതയുണ്ട്. ആരുടെ? റിക്കിയുടെയോ മറ്റൊരു ഡയറി സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ ഡയറിയുടെ ഒരു ഫോമാറ്റ് ഒന്ന് നോക്കി വെച്ചോട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു ഡയറി എഴുതുമ്പോൾ മക്കളെ നമ്മൾ ആദ്യം തന്നെ മുകളിൽ എന്ത് എഴുതും? നമുക്ക് ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ഡയറി തുറന്നു നോക്കുമ്പോൾ അറിയാലോ അതിന്റെ മുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഡേയും ഡേറ്റും മന്തും ഇയർ ഉണ്ടാവില്ലേ ഓരോ പേജിനും. അത് നിങ്ങൾ ഇവിടെ കാണിക്കണം, അത്രേ ഉള്ളതേ. ഡേറ്റ് മന്ത് ഇയർ ഡേ ഒക്കെ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ ഡയറി നിങ്ങൾ എഴുതുമ്പോൾ നല്ല രീതിയിൽ തുടങ്ങണം കേട്ടോ. അപ്പൊ തുടക്കം എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു എക്സ്ക്ലമേഷൻ, അതായത് ഒരു ആശ്ചര്യത്തോടു കൂടി തുടങ്ങുക കേട്ടോ. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, വാട്ട് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങൂല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ആശ്ചര്യ ശബ്ദത്തോടു കൂടി സംഭവം തുടങ്ങുക. അങ്ങനെ എഴുതി തുടങ്ങുന്ന കൂടാതെ നീ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ഇമോഷൻസ് ഓഫ് ദ റൈറ്റർ, ഇമാജിൻ യു ആർ ദ റൈറ്റർ,
എക്സ്പീരിയൻസ് ദ ഫീലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അതായത് ആരാണ് എഴുതുന്നത് അയാളുടെ ഫീലിംഗ്സ് ഒക്കെ ഉൾപ്പെടുത്തി എഴുതുക. അതുപോലെ തന്നെ കുറച്ച് ബ്രോക്കൺ സെന്റൻസുകളൊക്കെ ഉൾപ്പെടുത്തുക, മുഴുവനാക്കാത്ത സെന്റൻസുകളില്ലേ അത് ഉൾപ്പെടുത്തുക. അതുപോലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. വാട്ട് ഹാപ്പൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, ഓ വാട്ട് ഹാപ്പൻഡ് ഹിയർ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറിയെ കൂടുതൽ ഭംഗിയാക്കും. നമ്മൾ കൃത്യമായി നമ്മൾ എഴുതുന്ന ഒരു ഡയറി പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ അതാണ് ഇതിനകത്തെ കാര്യം. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ എഴുതണം. ലാസ്റ്റ് എന്താണ് അൺഫോർഗറ്റബിൾ ഡേ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. ആൻ അൺഫോർഗറ്റബിൾ ഡേ കേട്ടോ. അപ്പൊ ഇതാണ് ഡയറിയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അധികം വലുതായിട്ടൊന്നും എഴുതണ്ട, കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആക്കിയാൽ മതി. വലിയ നീട്ടി വലിച്ചുള്ള സെന്റൻസ് ഒന്നും വേണ്ട. ഡയറി എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ലേ, നമ്മൾക്ക് വേണ്ടി എഴുതുന്നല്ലേടാ. അപ്പൊ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആയിട്ട് ഡയറി എഴുതാം. ഓക്കെ, ഇത് ഡയറി. ഇനി എന്താണ്, ഇനി നമുക്ക് റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. മക്കൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഇവനും ഇവന്റെ കൂട്ടുകാരനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കേട്ടോ. അപ്പൊ രണ്ട് കോൺവെർസേഷൻ ആണ് ഇതിനകത്തുള്ള, ഒന്ന് അമ്മയുമായിട്ടുള്ള കോൺവെർസേഷൻ, മറ്റൊന്ന് കൂട്ടുകാരനായിട്ടുള്ള കോൺവെർസേഷൻ. എന്തായാലും രണ്ട് കോൺവെർസേഷനും നിങ്ങൾക്കുള്ള വിന്നേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സാർ പറയുന്നു എ ലെവൽ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്തൊക്കെയാണ്? കോൺവെർസേഷൻ നല്ല സാധ്യതയുണ്ട്, ഇമെയിലിനും സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡയറി. ബി ലെവൽ ക്വസ്റ്റ്യൻ, അതായത് ഇമ്പോർട്ടൻസ് കൂടിയ ക്വസ്റ്റ്യൻ ആണ് സാർ എ ലെവലിൽ പെടുത്തിയേക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ബി ലെവലിൽ, അതിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് സി ലെവലിൽ. ഓക്കെ, അപ്പോ ബി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡയറി, ലെറ്റർ, പിന്നെ അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ ഓർഡർ. ഞാൻ പറഞ്ഞില്ലേ, ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. പിന്നെ സി ലെവൽ ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന അടിപൊളി സ്റ്റോറിയിലെ, ക്യൂട്ട് സ്റ്റോറിയിലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.